ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടേസ്റ്റുള്ള അടിപൊളി സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഉരുളൻകിഴങ്ങ് അതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അതിലേക്ക് 2 സവാള, ചെറിയ സവാള, 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പച്ചമുളക്, ഒരു 2 തണ്ട് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, അതെല്ലാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അത്. ഇനി അതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ആ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആവണ വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള സോഫ്റ്റ് ആയ ശേഷം ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, അതെല്ലാം ചേർത്ത് അതിലൊന്ന് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ്, അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാല കൂടി ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് അതൊന്ന് ചൂടാറിയ ശേഷം അതൊന്ന് എടുത്ത് നന്നായി ഒന്ന് കുഴച്ച് വെച്ച് അതുപോലെ ഒന്ന് നന്നായി സോഫ്റ്റ് ആക്കി വെക്കുക. ഇനി നമുക്കിത് ഓരോ റോളാക്കി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് അതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടി കൈ ഒന്ന് ചെറുതാക്കി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റോൾ ചെയ്യാൻ നമുക്ക് കൈയിൽ നിന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു പീസ് മുട്ട വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഷേപ്പിനാക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലുള്ള ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വേണമെന്നില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റി. അപ്പോൾ വീട്ടിൽ 2 എഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം അത്. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ വെച്ചിട്ട് മടക്കിയെടുത്ത് എന്ന് കഴിഞ്ഞ് റോൾ ചെയ്തപ്പോൾ നല്ലൊരു 4 മണി പലഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ഒരേപോലെ കഴിക്കാണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാനാണല്ലോ ഇഷ്ടം. അപ്പോൾ നമുക്കിത് അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് കിട്ടും ചെയ്യും, കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും. അങ്ങനെ നമ്മുടെ റോളെല്ലാം അതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലമാവും 1 കപ്പ് മൈദയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണ്, പിന്നെ ഒരു പിഞ്ച് കായം പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യട്ടെ അതുപോലെ. എന്നിട്ട് പിന്നെ ഇനി ഇതൊന്ന് അതിലേക്ക് മുക്കി പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നല്ല ചൂടായ ശേഷം ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. അതുപോലെ ഒരെണ്ണം എടുത്ത് അതിൽ മുക്കിയ ശേഷം അതിലേക്ക് ഓയിലിലേക്ക് ഇടണം. എല്ലാതും അത് ഞാൻ ഓയിലിലേക്ക് ഇടണ്. പിന്നീട് ഇത് മൊരിയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫ്താർ സ്നാക്സ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.